നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം ടേമിനെ കുറിച്ച് ആർക്കും സംശയമില്ല എന്ന് തന്നെ പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇക്കാര്യത്തിൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ആത്മവിശ്വാസത്തിന് കാരണം തന്നെ മറ്റൊന്നുമല്ല, ജനവികാരം അത് സർക്കാരിന് അനുകൂലമാണ് എന്നതിന് ഒന്നിലേറെ തെളിവുകൾ ഉണ്ട് താനും. നിരവധി സർവേകൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഏജൻസികൾ നടത്തിയ സർവേകൾ അടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല മേഖലകളിലും ഒന്നാം സ്ഥാനത്തുള്ള നേതാവാണ് എന്ന് സംശയലേശമന്യേ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുള്ള IE100 ലിസ്റ്റ് എന്ന ഭാരതത്തിലെ ഏറ്റവും ശക്തരായ 100 പേരുടെ പട്ടിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അത്ഭുതമൊന്നുമില്ല, ഈ പട്ടികയിലും ഒന്നാം സ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് എന്ന വാർത്തയാണ് വരുന്നത്. മാത്രമല്ല, ആദ്യത്തെ 10 പേരിൽ 8 പേരും RSS BJP നേതാക്കളാണ്, അല്ലെങ്കിൽ മന്ത്രിമാരും അതുപോലെ തന്നെ മറ്റ് സംഘപരിവാർ നേതാക്കളുമാണ്. ഈ 1 മുതൽ 10 വരെയുള്ള പട്ടികയിൽ 8 പേരും എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ഇതിൽ ഒന്നാം സ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹത്തിന് അനുകൂലമായ ധാരാളം ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. ആഗോളതലത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അപ്രൂവൽ റേറ്റിംഗ് അത് തൊട്ടടുത്ത എതിരാളിയേക്കാൾ വളരെ വലുതാണ് എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ആഭ്യന്തര തലത്തിലും നടത്തിയിട്ടുള്ള ഈ സർവേയിൽ ഒന്നാം സ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതിൽ അത്ഭുതമൊന്നുമില്ല. ഇന്ത്യയിലെ രണ്ടാമത്തെ രാഷ്ട്രീയ നേതാവ് തന്നെയാണ് അമിത്ഷാ. അക്കാര്യത്തിലും തർക്കമൊന്നുമില്ല. BJPയിലെന്ന് മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ നേതാവ് അമിത്ഷാ തന്നെയാണ്. മൂന്നാമത്തേത് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന BJPയുടെ പ്രത്യയശാസ്ത്ര അടിത്തറ എന്ന് തന്നെ പറയാവുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന സംഘടനയുടെ തലവനാണ് മോഹൻ ഭഗവത്. അദ്ദേഹവും 3-ാം സ്ഥാനത്തുണ്ട്. 4-ാം സ്ഥാനത്ത് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള നിരവധി വിധിന്യായങ്ങളിലൂടെ പ്രശസ്തനായിട്ടുള്ള, ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ആയിട്ടുള്ള വ്യക്തിത്വമായ DY ചന്ദ്രചൂഡാണ് 4-ാം സ്ഥാനത്ത്. വിദേശകാര്യമന്ത്രി ജയശങ്കറാണ് 5-ാം സ്ഥാനത്തുള്ളത്. യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥാണ് ദേശീയ തലത്തിൽ 6-ാം സ്ഥാനത്തുള്ള വ്യക്തിത്വം. 7-ാം സ്ഥാനത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, 8-ാം സ്ഥാനത്ത് നിർമ്മല സീതാരാമൻ, 9-ാം സ്ഥാനത്ത് BJPയുടെ ഇപ്പോഴത്തെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ, 10-ാം സ്ഥാനത്ത് ഗൗതം അദാനി, അതായത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ നമ്പർ 1 വ്യവസായി പ്രമുഖരിൽ നമ്പർ 1 ആയിട്ടുള്ള ഗൗതം അദാനിയാണ് 10-ാം സ്ഥാനത്തുള്ളത്. ഇങ്ങനെയാണ് ഈ രാജ്യത്തെ 100 ശക്തരായ നേതാക്കളിൽ ആദ്യ 10 പേർ എന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നരേന്ദ്രമോദി 1-ാം സ്ഥാനത്താണ്. ഗൗതം അദാനിയും അതുപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ചന്ദ്രചൂഡും ഒഴികെയുള്ളവർ ബാക്കി എല്ലാവരും BJP നേതാക്കളാണ്. RSS മേധാവി മോഹൻ ഭഗവതും ഈ പട്ടികയിൽ 10 പേരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്ക് മറ്റൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവുക, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ സ്ഥാനമാണ്. ഈ പട്ടികയിൽ 16-ാം സ്ഥാനത്താണ് രാഹുൽ ഗാന്ധി ഉള്ളത് എന്നതാണ്. നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ചെറു കക്ഷികളുമായി കൂട്ടുകൂടി മുന്നണി രൂപീകരിച്ചുകൊണ്ട് ഇന്ത്യ മൊട്ടുക്കും യാത്ര നടത്തുന്ന രാഹുൽ ഗാന്ധി 16-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാലത്ത് ഇന്ത്യൻ യുവാക്കളുടെ, അല്ലെങ്കിൽ ഇന്ത്യൻ നഗരത്തിലെ വോട്ടർമാരുടെ ഇടയിൽ സെൻസേഷണൽ ലീഡറായി മാറിയിരുന്ന ആം ആദ്മി പാർട്ടിയിലെ അരവിന്ദ് കെജ്രിവാളിന്റെ അവസ്ഥ അതിലും മോശമാണ്. നിരവധി അഴിമതി ആരോപണങ്ങൾ, 100 കണക്കിന് കോടി രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ അന്വേഷണ വിധേയനായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ 18-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ പട്ടികയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.